ഇത് ഇന്നത്തെ ഒരു ദിവസമാണ് കേട്ടോ. രാവിലെ തന്നെ എഴുന്നേറ്റ് ശ്രീജന്റെ കുളി കഴിഞ്ഞ് വിളക്ക് വയ്ക്കുകയാണ്. അച്ഛമ്മന് ക്ലാസ് ഉണ്ടല്ലോ, കട്ടൻ ചായ ഒക്കെ കുടിച്ച് പോവാണ് കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേര് രാവിലെ നേരത്തെ പോകും. കാരണം ശ്രീജന്റെ മാർക്കറ്റിൽ പോകുമ്പോൾ അച്ഛമ്മോനെ സ്കൂളിൽ ഇറക്കി കൊടുക്കട്ടെ. കാരണം 7:30 ക്ലാസ് തുടങ്ങി. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഈ വെക്കേഷനല്ലേ, കുട്ടികൾക്ക് 7:30 ക്ലാസ്സിലിരുന്ന് കേൾക്കുമ്പോൾ അവർക്കും ഭയങ്കര മടിയാട്ടോ. അങ്ങനെ അടുക്കളയിൽ വന്നു. ഇത് തലേ ദിവസം വെച്ച മാമ്പഴപ്പുളിശ്ശേരിയാണ്. ഒരു ഉരുളി മാമ്പഴപ്പുളിശ്ശേരി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനി എന്തെങ്കിലും വേറെ വെക്കണം. അപ്പം അമ്മ ഇവിടെ മുള്ളം വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഞാൻ ചപ്പാത്തിയാണ് ചുട്ടെടുക്കുന്നത് കേട്ടോ. തലേ ദിവസം കൊണ്ടുവന്ന് കൂർക്ക വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. തൊലി കളഞ്ഞതായതുകൊണ്ട് എളുപ്പമാണ് കേട്ടോ. അപ്പോൾ വേഗം അതൊന്ന് നുറുക്കിയെടുത്തു. അപ്പോൾ ഇതൊന്ന് ഉപ്പേരിയായിട്ട് വെക്കണം. അപ്പോൾ ഇത്രയാണ് ഇന്ന് കേട്ടോ. അപ്പോൾ ചപ്പാത്തി നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിച്ചതാണ്. അങ്ങനെ ഇതേ കുക്കറിൽ കൂർക്ക വെച്ചു, അത് വെന്തു. ഉപ്പേരി കാച്ചി കേട്ടോ. അങ്ങനെ ഇതേ അടുത്തത് വെളിച്ചെണ്ണയിൽ മുള്ളനിട്ട് വറക്കാണ്. ആ വെളിച്ചെണ്ണയിൽ ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ മുള്ളം വറക്കാൻ വെച്ചിട്ടുണ്ട്. അത് പോരാഞ്ഞതേ അമ്മ ഇവിടെ ചക്ക വെട്ടി നന്നാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതേ രാവിലെ തന്നെ അമ്മ മാങ്ങ വീണതൊക്കെ പറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ ഇത്രയാണ് ഇന്നത്തെ കറികൾ. മാമ്പഴ പുളിശ്ശേരി, മുള്ളം വറുത്തത്, കൂർക്ക ഉപ്പേരി, പിന്നെ അമ്മ ചക്കുപ്പേരിയും വെക്കും കേട്ടോ. അപ്പോഴേക്കും പിന്നെ നമ്മൾ ചോറൊക്കെ കൊടുന്ന് കടയിൽ വന്നിട്ടുണ്ടായിരുന്നു. കടയിൽ വന്നപ്പോൾ പാറമുളക്ക് റംബൂട്ടാൻ വേണം. നമ്മുടെ തൊട്ടപ്പുറത്ത് ഫ്രൂട്ട്സ് കടയുണ്ട്. അങ്ങനെ റംബൂട്ടാൻ മേടിക്കാനായിട്ട് ഞാൻ പോയിട്ടോ. കുറച്ച് റംബൂട്ടാനേ വാങ്ങിച്ചുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് റംബൂട്ടാനൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ചു വരികയാണ് കേട്ടോ. ശ്രീചേട്ടൻ്റെ ഞങ്ങളുടെ കൂടെ, നമ്മുടെ തൊട്ടപ്പുറത്തെ കടയാണല്ലോ, അതുകൊണ്ട് ശ്രീചേട്ടൻ അതാ ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കട. അപ്പോൾ പച്ചക്കറിയൊക്കെ കൊണ്ടുവന്ന് ഒതുക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. പിന്നെ അത് സന്ധിക്കാണ് കേട്ടോ. സൈക്കിൾ ചവിട്ടാൻ പോകാമെന്ന് വിചാരിച്ചു. പാറമോള് കുറേ നാളായി സൈക്കിള് ചവിട്ടാൻ പോയിട്ടേ. അങ്ങനെ ഞാനും കൂടെ പോയിട്ട് അമ്മയും കൂടെ വായോ. കാരണം അവിടെ ഒരു ഇറക്കുണ്ട്. ഇറക്കത്ത് ചവിട്ടാൻ അവൾക്ക് പേടിയാണ്. അതാണ് ഞാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ ആ ഇറക്കത്ത് പതുക്കെ ചവിട്ടാണ് കേട്ടോ. അപ്പോഴേക്കും എന്നെ വിളിച്ചു. അങ്ങനെ ഞാനും പുറകെ പോയിട്ട് അങ്ങനെ ഇറക്കത്തേക്ക് ഇറങ്ങി. ഇനി ഇങ്ങോട്ട് തിരിച്ച് കയറ്റം കയറണമല്ലോ. അപ്പോഴാണ് ഞാൻ ഈ ബുഷ് കണ്ടത് കേട്ടോ. ചെറുപ്പത്തിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് പിന്നെ അതിങ്ങനെ എന്താ പറയുക, ഭയങ്കര ലൂസായി കിടക്കുന്നിട്ട് ഇത് കമ്മലുമ്പോൾ ഞാത്തിടും കേട്ടോ. വലിയ കമ്മലാന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഞാൻ എന്തോ അത് കണ്ടപ്പോൾ എനിക്ക് പഴയതിങ്ങനെ ഓർമ്മ വന്നു കേട്ടോ. അതുകൊണ്ടാണ് അതങ്ങനെ പൊട്ടിച്ചെടുത്തത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും കയറ്റാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ. പിന്നെ കുറേ നേരം ചവിട്ട്, കുറേ നേരം ഇറങ്ങും. പിന്നെ ഞാൻ കുറച്ച് നേരം പിടിച്ചങ്ങോട്ട് ഉന്തി കൊടുക്കൂട്ടോ. അങ്ങനെ ഒരു വിധമൊക്കെ പാറുമോള് തിരിച്ച് ആ കയറ്റം അങ്ങോട്ട് കയറി വന്നിട്ടുണ്ട് കേട്ടോ. എപ്പോഴും വീടിൻ്റെ ഉള്ളിൽ ഇരിപ്പ് തന്നെയാണ് കേട്ടോ. പാറു കളിക്കാൻ എങ്ങോട്ടും പോണില്ല. എങ്ങോട്ടാണെങ്കിൽ പോകാൻ സമയമില്ല. ശ്രീജേട്ടനും കൊണ്ടുപോകാൻ നേരമില്ല. അങ്ങനെ തിരിച്ചു വന്ന പച്ചമൂന്ന് എഴുന്നേറ്റ് വന്നു. ക്ലാസ് കഴിഞ്ഞ് വന്ന് കിടക്കണമെന്നാണ് കേട്ടോ. ജലദോഷത്തിൻ്റെ ഒരു ഗുളികയും കഴിച്ചിട്ട് ആ ഗുളിക കഴിച്ചപ്പോൾ ഭയങ്കര ഉറക്കം. ഇപ്പോഴാണ് അച്ചുമോൻ എഴുന്നേറ്റ് വന്നത് കേട്ടോ. അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ.